ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ സായി സിബിന്റെ അടുത്തായിട്ട് പറയുന്നു, അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ജിൻഡപ്പൻ വരണം. എന്റെ വോട്ട് എന്തായാലും ജിൻഡോയ്ക്കാണ്. അപ്പൊ സിബിൻ പറയുന്നു എന്റെ വോട്ടും ജിൻഡോയ്ക്കാണ്. അങ്ങനെ കൊണ്ട് കുറച്ച് ബെനിഫിറ്റ് എല്ലാം ഉണ്ട്. വെറുതെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് പേരുടെ മുഖംമൂടിയെല്ലാം അയാളെക്കൊണ്ട് വലിച്ചു കയറാൻ സാധിക്കും. അപ്പോൾ അതുവഴി ജിൻഡോ പോകുമ്പോൾ സായി ജിൻഡോയെ വിളിച്ചു പറയുന്നുണ്ട്, അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ നിങ്ങളാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ്. ബാക്കി വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ ഓടി നടന്ന വോട്ട് പിടിക്കണം. അപ്പോൾ ജിൻഡോ ചോദിക്കുന്നു, നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അങ്ങനെ അത് കേട്ട് സായിയും സിബിനും പറയുന്നുണ്ട്, ഞങ്ങളുടെ വോട്ട് എന്തായാലും നിങ്ങൾക്കാണ്. അത് 100% ഉറപ്പ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. പിന്നീട് സായി പറയുന്നു, ഇവിടെ എത്ര പേരുടെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും എന്റെയും സിബിന്റെയും വോട്ട് നിങ്ങൾക്കാണ്. അങ്ങനെ 2 വോട്ട്. പിന്നെ തണൽ ടീമിൽ 5 പേരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നന്ദനയുടെ വോട്ടും കിട്ടും. അങ്ങനെ മൊത്തം 8 വോട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പൊ ജിൻഡോ പറയുന്നു, അത് മതി, അത് തന്നെ ധാരാളമാണ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാൻ. എന്തായാലും നിങ്ങൾ എന്നെ പറ്റിക്കരുത്, നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണമെന്നെല്ലാം പറയുന്ന ജിൻഡോ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. പിന്നീട് സിബിൻ പറയുന്നു, ഇനി ക്യാപ്റ്റൻസിയിൽ ജിൻഡോയ്ക്ക് എതിരായിട്ട് മത്സരിക്കുന്നത് നമ്മളിൽ ഒരാളാണെങ്കിലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സായി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ജിൻഡോയ്ക്ക് വേണ്ടി ഞാൻ തോറ്റു കൊടുക്കും. അത്രയ്ക്കും എനിക്കൊരു വാശിയുണ്ട് നിങ്ങളെ തന്നെ ക്യാപ്റ്റൻ ആക്കണമെന്ന്. അപ്പൊ ജിൻഡോ പറയുന്നു, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ ജിൻഡോ ഉണ്ടാവും എന്നത് ഉറപ്പായി. ജിൻഡോയ്ക്ക് എതിരായിട്ട് ഞാൻ ആരാ മത്സരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.